ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ഉത്സവമായ ചെട്ടുകുളങ്ങര കുംഭഭരണി അത് കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഇന്നലെയായിരുന്നു ഭരണി. ഇന്നിപ്പോൾ രാവിലെ ഭരണിയും കഴിഞ്ഞ് കാർത്തിക നാൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ദേവിയുടെ എഴുന്നള്ളത്തുണ്ട് ഇവിടെ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 13 കരയുടെ മുമ്പിൽ ദേവി എഴുന്നള്ളി വന്ന കരകളുടെ കെട്ടുകാഴ്ചയ്ക്കെല്ലാം അനുഗ്രഹം കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. ഇത് ശിവരാത്രി മുതൽ 7 നാൾ അതായത് ഭരണി വരെ ദിവസങ്ങളിൽ ഇവിടുത്തെ ഓരോ കരയിലും ആപാലവർത്തം ജനങ്ങൾ അവരുടെ പ്രയത്നം കൊണ്ട് ഭക്തി നിർഭരമായിട്ടിരുന്ന് ആ ബോധശുദ്ധിയോടുകൂടി തന്നെ അവർ അണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചകളാണ് ഈ കാണുന്നത്. അത് ഈ കാഴ്ചക്കണ്ടത്തിൽ ഒന്ന് ഇറങ്ങി കഴിഞ്ഞ ശേഷം മാത്രമേ അമ്പലത്തിലെ ചടങ്ങുകൾ നടക്കുകയുള്ളൂ. അമ്പലത്തിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം ആട്ടമുണ്ട്, അതായത് കഥകളി ഉണ്ട് ഇവിടെ. അതും കഴിഞ്ഞിട്ടാണ് ദേവി വെളിയിൽ ഇറങ്ങുന്നത്. ദേവി അങ്ങനെ ഇറങ്ങി ഈ 13 കരക്കാർക്കും കരയിലെ കെട്ടുകാഴ്ചയ്ക്ക് അനുഗ്രഹിക്കുന്ന ചടങ്ങാണിത്. ഇവിടുത്തെ കെട്ടുകാഴ്ച പോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് എഴുന്നള്ളത്തൊന്ന് കാണണമെന്നാണ്. ഞങ്ങൾ ഒത്തിരി വർഷം കൊണ്ടാണ് എഴുന്നള്ളത്ത് കാണണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഇപ്രാവശ്യമാണ് അത് കാണാൻ സാധിച്ചത്. മിക്കവാറും വന്ന് ഈ കെട്ടുകാഴ്ചകൾ കാണാറുണ്ട്, കുത്തിയോട്ടം കാണാറുണ്ട്. പക്ഷേ ഈ എഴുന്നള്ളത്തെന്ന് പറയുന്ന ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത്. വന്നിട്ട് അന്നത്തെ ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാണ് പതിവ്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഇത് കണ്ടിട്ടേ പോകുന്ന 2 ദിവസം കൊണ്ട് ഇവിടെ സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങളിത് കാണുകയാണ്. അപ്പം നമുക്ക് ഈ ഭരണി എന്ന് പറയുന്ന സംഭവം, ചെട്ടുകുളങ്ങര ഭരണി എന്ന് പറഞ്ഞാൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു ഉത്സവമാണിത്. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചയാണ് ചെട്ടുകുളങ്ങര ഭരണിക്ക് ഒരുക്കുന്ന ഈ കെട്ടുകാഴ്ചകൾ. അത് അമ്പരചുംബികളായ കുതിരകളും നയനമനോഹരമായ തേരുകളും പിന്നുള്ളത് ഹനുമാനും ഭീമനുമാണ്. ഹനുമാൻ്റെ കൂടെ പാഞ്ചാലിയുണ്ട്, ഭീമൻ്റെ കൂടെ ഈച്ചാടിയം വേണ്ടി. ഇതൊക്കെ ഞാൻ ഇതെല്ലാം എഴുന്നള്ളത്ത് കഴിഞ്ഞ് നമുക്ക് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങി നമുക്ക് വിശദമായിട്ട് കാണാം. ഇപ്പം ഈ തിരക്ക് കാരണം അങ്ങോട്ടിറങ്ങി ഇത് കാണാൻ പറ്റുന്നില്ല. മലയാളികളെ സംബന്ധിച്ച് ഓണത്തിന് എല്ലാവരും നാട്ടിൽ വരിക എന്നുള്ളൊരു വലിയൊരു നിർബന്ധമുള്ള സംഭവമാണ്. പക്ഷേ ചെട്ടുകുളങ്ങരക്കാർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണത്തിന് നാട്ടിൽ വരാൻ ഒത്തില്ലെങ്കിൽ പോലും എന്ത് ത്യാഗം സഹിച്ചും അവർ ഭരണി സമയത്ത് നാട്ടിൽ വന്നിരിക്കും. അത് എന്തെങ്കിലും അതുപോലെ പ്രത്യേകിച്ച് കാരണത്ത് വരാനില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എന്ത് ത്യാഗം സഹിച്ചും ഭരണിക്ക് നാട്ടിലെത്താനും അതിലൊക്കെ പങ്കെടുക്കാനും ചെട്ടുകുളങ്ങരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അത്ര വലിയ നല്ല ഒരു ഉത്സവമാണ് ഈ ചെട്ടുകുളങ്ങര ഭരണി എന്ന് പറയുന്നത്. ചെട്ടുകുളങ്ങരക്കാരെന്ന് മാത്രമല്ല, ചെട്ടുകുളങ്ങരക്കാരുടെ ഒരു വലിയ വികാരം തന്നെയാണ് ഭരണി. പക്ഷേ ചെട്ടുകുളങ്ങരക്കാർക്ക് മാത്രമല്ല, വിദേശികളും വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഉള്ള മൊത്തം മിക്കവാറും എല്ലാ ജനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളും ചെട്ടുകുളങ്ങര ഉത്സവം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. അത് കണ്ടാൽ ഇവിടുത്തെ നിൽക്കുന്ന ജനങ്ങളൊന്നും ചെട്ടുകുളങ്ങരക്കാർ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾ കെട്ടുകാഴ്ച കാണാൻ വരുന്നുണ്ട്. കെട്ടുകാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. അത് ഒരു നല്ലൊരു സംഭവമാണ്. ചെട്ടുകുളങ്ങര കുത്തിയോട്ടമായാലും കെട്ടുകാഴ്ച ആയാലും ഈ എഴുന്നള്ളത്തായാലും കാണാൻ തന്നെ പല ജനങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി ഈ ജനക്കൂട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നുണ്ടാവും ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം.
മൊത്തം എടുത്താലേ വീഡിയോയുടെ നീളം കൂടുമായിരിക്കും ഇല്ലയോ? ഇത് ചെട്ടിലങ്കരക്കാർക്ക് ഇതറിയാം. അറിയാൻ മേത്തവർക്ക് ഇതിനെ വന്ന് കാണാനൊക്കാത്തവർക്ക് കാണാൻ്റെ അവസരമാണ്. അപ്പം നമുക്ക് പറ്റുന്നത്ര എടുത്ത് ഇട്ട് കൊടുക്കാം അല്ലേ? അതെ. അപ്പോൾ ഇച്ചിരി നീളം കൂടിയാലും കുഴപ്പമില്ല. ഇത് കാണാനുള്ള അവസരം എല്ലാവർക്കും കിട്ടുന്ന നീളം കുറിച്ച് കൊടുക്കട്ടെ, കുഴപ്പമില്ല. അതെ, ഇത് കാണുമ്പോഴെങ്കിലും പലർക്കും താല്പര്യം ഉണ്ടായിരിക്കും വന്ന് കാണണമെന്ന്. ഇനി ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വർഷങ്ങളിൽ അവർക്ക് വന്ന് കാണാനൊക്കെ. നമ്മൾ എത്ര വർഷം കൊണ്ട് കാത്തിരുന്ന എഴുന്നള്ളത്ത് കാണണം തന്നെ കാത്തിരുന്നത് ഇപ്പോൾ ഒത്തത്. എന്നിട്ട് ഇത്രയും ദൂരം തന്നെ കാണാൻ ഇനി ഒരിക്കൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി അടുത്ത് നിന്ന് കാണണം. എന്നിട്ട് അതിൻ്റെ ശരിക്കും മനസ്സിലാക്കണം.
ഇപ്പം അതെല്ലാം കഴിഞ്ഞ് നടക്കാവിൻ്റെ മുമ്പിലെത്തി. നടക്കാവെന്ന് തോന്നുന്നു ലാസ്റ്റ്. ബാക്കിയെല്ലാം കളിച്ച് കഴിഞ്ഞു. ഭീമനും ഹനുമാനും എല്ലാം കഴിഞ്ഞല്ലോ. ഇനിയും നടക്കാവിൻ്റെ മുമ്പിലാണ് ലാസ്റ്റ്. ഇതായിരിക്കും. നടക്കാൻ കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അത് എവിടെയൊക്കെ ഭീമിൻ്റെ കഴിഞ്ഞല്ലേ വരുന്നത് ഹനുമാൻ്റെ കരോട്ടാ. അല്ലെങ്കിൽ പാഞ്ചാലി വേറെ വരുമ്പോ താഴെ വെച്ച് വേറെ വിളക്കൊക്കെ വെച്ചല്ലേ അതിൻ്റെ മുമ്പേ കളി കാണാതിരിക്കും. നോക്കഴിഞ്ഞതാണോ അത് കഴിയുമെന്ന് നോക്കിയാൽ മതിയല്ലോ. എന്തായാലും ഇങ്ങോട്ട് കഴിഞ്ഞ ഭീമൻ്റെ ഹനുമാൻ്റെ മുമ്പേ കഴിഞ്ഞ അപ്പോൾ പാഞ്ചാലി എടുക്ക തന്നെ. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് എല്ലാം ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ലേ. അതുകൊണ്ട് അതുകൂടെ ഇങ്ങനെ പോസ് ചെയ്തിട്ടും എൻ്റെ ഫ്രണ്ട് മൊബൈൽ ഏതെങ്കിലുമൊക്കെ മൊബൈൽ വരുന്നു. അപ്പോൾ നമുക്കെല്ലാം ശരിയായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാലും മാക്സിമം പറ്റുന്ന എടുക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ട കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിഞ്ഞ കുംഭഭരണി മുതൽ ഈ ഒരു കുംഭഭരണി വരെ എല്ലാ ജനങ്ങളും കാത്തിരുന്നത് കെട്ടുകാഴ്ചയും ദേവിയുടെ എഴുന്നള്ളത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് രസം ഇത് കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ എഴുന്നള്ളത്ത് നല്ലൊരു കാഴ്ച തന്നെ. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ജനങ്ങളെല്ലാം തിരിച്ച് കാഴ്ചക്കണ്ടത്തിൽ നിന്ന് കയറി തുടങ്ങി. ഇതെല്ലാം ഫ്രീ ആയി കഴിയുമെന്നാണ് നമുക്കൊന്ന് ഇറങ്ങി ഇതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ ഒന്ന് ശരിക്കും എടുക്കാൻ. ദേവി പുറകോട്ടാണ് വരുന്നത്. എഴുന്നള്ളത്ത് കഴിഞ്ഞിട്ട് സാധാരണ ചെയ്തിട്ട് തിരിച്ച് വരുമല്ലോ. നേരെ അത്രയും കെട്ടുവെച്ച് നമുക്ക് അനുസരിച്ച് പുറകോട്ടാണ് വരുന്നത്. വിഷമം കണ്ട് പുറകോട്ട് വന്നിട്ട് ഓരോന്നിനും നോക്കി അതിങ്ങനെ വരുന്നത്. സ്വന്തം മക്കളെ വിട്ടുപിരിഞ്ഞ് മക്കളൊരുക്കിയ കെട്ടുകാഴ്ച കെട്ടുകാഴ്ചകളെ വിട്ടുപിരിഞ്ഞ് പോകാൻ ഉള്ള വിഷമം അതായിരിക്കും. ഇതുകൊണ്ടായിരിക്കും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു കേട്ടനുസരിച്ച് ജീവിതം ഓടി വരുമെന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ വരുമെന്നുള്ളതൊന്നും. നമ്മൾ വന്നപ്പോഴത്തേക്ക് 10 മിനിറ്റ് ലേറ്റായി. ഇച്ചിരി നേരത്തെ വന്നെങ്കിൽ ഞാൻ ഓടിയാ വരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കാണാമായിരുന്നു. ഇനി ഇവിടുത്തെ കാണുന്നൊരു കാഴ്ച തന്നെ അശ്വതിനാഥ്
മീനത്തിലെ അശ്വതി കഴിഞ്ഞ് മീനഭരണി കഴിഞ്ഞ അടുത്ത ദിവസം ദേവി പോകുന്ന നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്കൊന്ന് കാണണം. അശ്വതി കാഴ്ച നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഭരണിയും കഴിഞ്ഞ് കാർത്തികനാൾ രാവിലെ ദേവി കൊടുങ്ങല്ലൂർക്ക് പോകാൻ യാത്ര കഴിക്കുന്നൊരു ചടങ്ങ് ഭയങ്കര കാഴ്ച എന്നാണ് പറയുന്നത്. ഇതുപോലെ എഴുന്നള്ളത്തിൻ്റെ മുൻപ് എല്ലാവരും പറയുന്ന കാഴ്ച അതും ഒരു നല്ല കാഴ്ചയാണ്. അതും ഒരിക്കലും നമുക്കൊന്ന് കാണണം. എല്ലാം കഴിഞ്ഞ് ദേവി രണ്ട് പുറകോട്ട് എഴുന്നള്ളിച്ച് അമ്പലത്തിനകത്തേക്ക് തിരിച്ചു പോകുന്നത് അമ്പലത്തെ വിളിക്കാൻ പോകുന്നത്. അതും പുറകോട്ട് തന്നെ പോകുന്നില്ലേ? തിരിഞ്ഞ് നടക്കുന്നില്ല, എല്ലാം നേരെ നേരെ പുറകോട്ടങ്ങ് പോവാ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ നമ്മൾ ആദ്യമായിട്ട് കണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അറിയാവുന്നുണ്ടായിരുന്നെ ഞങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ചേട്ടനാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ഇതൊക്കെയാണെന്നുള്ളത്. യാത്ര പറഞ്ഞാൽ എട്ടാഴ്ചയുള്ള യാത്ര പറഞ്ഞ് വന്നാൽ തന്നെയാണ്. ഒരു വിളക്ക് നോക്കി എൻ്റെ ഫ്രണ്ടിൽ തന്നെ അതായിരിക്കും ഇന്നലെ ചേച്ചി പറഞ്ഞു ദേവിക്ക് വെട്ടം കാണാൻ വേണ്ടിയിട്ട് വിളക്ക് പിടിക്കുന്നു പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിക്ക് വിളക്ക് പിടിച്ചു കൊടുക്കുന്നു. ആ വിളക്കിന് പ്രത്യേക പേരും പറഞ്ഞു. സാധാരണ ജീവിതത്തിലൊന്നും കാണാത്ത വിളക്കായിരുന്നു. ഇങ്ങനെ വിളക്ക് ദേവിക്ക് വെട്ടം കാണാൻ വേണ്ടി പിടിച്ചു കൊടുക്കുന്ന ജീവിതയ്ക്ക് തന്നെ പ്രത്യേകതയുണ്ട്.
ആർച്ച് മോഡൽ എന്നല്ല പറയുന്നത്. അത് മുകളിൽ വെച്ച് ഒരു ഇതല്ലേ, നല്ല നേരെ ആർച്ച് എന്ന് പറയാനൊക്കത്തില്ല അതിന്. മറ്റേ റൗണ്ടായിട്ടില്ല, കണ്ണാടി വെച്ചാൽ തന്നെ ഇല്ല റൗണ്ട് പോലെ മേളിൽ വെച്ച്. ഇത് മുകളിൽ വെച്ച് റൗണ്ട് പോലല്ല കാണുന്നത്. ബാക്കിൽ നോക്കുമ്പോൾ എനിക്ക് ഡയമണ്ടിൻ്റെ പകുതി ഭാഗം എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു, ഫോണ് പോലെ. തിരിച്ചു പോയി ഇനി നമുക്ക് കാഴ്ചക്കണ്ടത്തിലിറങ്ങി ആൾ വെച്ചിട്ട് പറഞ്ഞ് നോക്കുന്നിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തോണ്ട് വരാം. ദേവി അകത്തിരുന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഓരോന്നും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭീമനെ ഇങ്ങനെ ഒരു ഏക്കറാക്കിയെന്ന് മൊത്തം ഓരോന്നും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിയുമ്പോൾ എല്ലാവരും അതാത് കലകളുടെ കിട്ടുന്ന ടവറിന് കലകളിൽ കൊണ്ടുപോയിട്ട് എല്ലാം അഴിച്ച് അവരുടെ തേരുവരയിലും കുതിരപ്പുരയിലും ആക്കും. പിന്നെ നമുക്ക് വീണ്ടും അടുത്ത വർഷം വരെ കാത്തിരിക്കാം.